സ്നാനം എന്ന ഈ വിഷയം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ആകുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എല്ലാവരുടെയും ഹൃദയം തുറക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നാനം എന്ന വിഷയത്തിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഞാൻ കഴിഞ്ഞ 2 വീഡിയോയിലൂടെ സ്നാനം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് നിങ്ങളോട് പങ്കുവച്ചത്. അതിൽ ഞാൻ ഏകദേശം 6 കൂട്ടം ബൈബിളിലെ സ്നാനങ്ങളിൽ 6 ഐറ്റം ബൈബിൾ സ്നാനങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പ്രളയത്തിലൂടെ കടന്നു വന്നതായിരിക്കുന്ന ആ 8 പേരൊരു സ്നാനത്തിന് മുൻകുറിയാണ്. ചെങ്കടൽ വിഭാഗിച്ച് കടന്നു വന്നായിരിക്കുന്ന ജനത സ്നാനത്തിൻ്റെ ഒരു മുൻകുറിയാണ്. അതുപോലെ തന്നെ ന്യായപ്രമാണ പ്രകാരമുള്ളതായിരിക്കുന്ന സ്നാനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ സ്നാനം, കർത്താവ് ഏറ്റതായിരിക്കുന്ന സ്നാനം ഏതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ കഴിപ്പിച്ചതായിരിക്കുന്ന സ്നാനം എന്താണെന്ന് പറഞ്ഞു. അതുപോലെ യേശു കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ കൊണ്ട് കഴിപ്പിച്ചതായിരിക്കുന്ന സ്നാനം എന്താണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ 6 കൂട്ടങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുന്നവരാരെങ്കിലും ആ കഴിഞ്ഞ വീഡിയോകൾ കേട്ടിട്ടില്ലെങ്കിൽ അതുകൂടെ കേൾക്കണേ. ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ 2 വീഡിയോകൾ കൂടെ കേൾക്കണേ. എന്നാലേ സ്നാനമെന്ന വിഷയം നിങ്ങൾക്ക് ശരിയാവണ്ണം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ആഴ്ചക്കാരെ കൂട്ടുവാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ അങ്ങനെ പറയുന്നത്. ഓക്കെ, നിങ്ങളപ്പോൾ അതെല്ലാം കണ്ടാലേ സ്നാനം എന്ന ബൈബിളിലെ വിഷയത്തെക്കുറിച്ച് ഒരു ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കർത്താവ് കഴിപ്പിക്കും എന്ന് യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറഞ്ഞതായിരിക്കുന്ന സ്നാനമാണ്. നമ്മുടെ കർത്താവ് കഴിപ്പിക്കുമെന്ന് യോഹന്നാൻ സ്നാപകൻ സാക്ഷ്യം പറഞ്ഞായിരിക്കുന്ന സ്നാനം. അത് നമ്മൾ വായിക്കുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലാണ്. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേ ഉള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. അപ്പോൾ കർത്താവ് കഴിപ്പിക്കുന്ന സ്നാനം ഏതാണ് എന്ന് യോഹന്നാൻ പറഞ്ഞു. ഞാൻ നിങ്ങളെ കേവലം വെള്ളത്തിൽ മാത്രമാണ് സ്നാനപ്പെടുത്തുന്നത്. എനിക്ക് അതിനെ അധികാരം തന്നിട്ടുള്ളൂ. ഞാൻ കേവലം വെള്ളത്തിൽ നിങ്ങളെ സ്നാനപ്പെടുന്നു. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവനുണ്ട്. അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കർത്താവ് കഴിപ്പിക്കുമെന്ന് യോഹന്നാൻ പറഞ്ഞതായിരിക്കുന്ന ഈ സ്നാനം എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, കർത്താവ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞു. ഈ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഏകദേശം എല്ലാവർക്കും അറിയാം. സ്നാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നതായിരിക്കുന്ന ഒരു ചിത്രമുണ്ടല്ലോ. വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുങ്ങി ഉയർന്നു വരുന്ന ഒരു മനുഷ്യന് ആകമാനം മുങ്ങി ഉയർന്നു വരുന്ന ഒരു ചിത്രം, അല്ലെങ്കിൽ മുങ്ങുന്ന ഒരു ചിത്രം. അതിനെയാണ് സ്നാനമെന്ന് പറയപ്പെടുന്നത്. ബൈബിളിലാണേലും പൊതുവെ അങ്ങനെ പറയപ്പെടുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. അതായത് പ്രളയകാലത്തുണ്ടായ സ്നാനം, 8 പേരുടെ സ്നാനമാകട്ടെ, ചെങ്കടലിലെ സ്നാനമാകട്ടെ, വെള്ളം അവരുടെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല. എന്നിട്ടും അതിന് സ്നാനം എന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാം സ്നാനമെന്ന് കേൾക്കുമ്പോൾ തന്നെ വെള്ളത്തിൽ മുങ്ങുന്ന പരിപാടി എന്നുള്ളതായിരിക്കുന്ന ആ ചിത്രം മനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കുക ആദ്യം തന്നെ. എന്നാൽ ഇവിടെ പറയുന്നതായിരിക്കുന്ന സ്നാനം ഈ പരിശുദ്ധാത്മ സ്നാനവും അതുപോലെ തന്നെ വെള്ളവുമായിട്ട് യാതൊരു ടച്ചുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ വെള്ളത്തിൽ സ്നാനപ്പെടുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ മേൽ ആവരണം ചെയ്യുന്നതായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ പ്രവേശനത്തെ സ്നാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിന് സ്നാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് അതിനെക്കുറിച്ച് പറയുന്നത്, ഈ പെന്തക്കോസ്ത് ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് സംശയമായി, ഇതെന്താ അത്? എല്ലാവരും അവരവരുടെ എന്ന് പറഞ്ഞാൽ വന്നുകൂടിയ അനേകം ഭാഷക്കാരുടെ ഭാഷകളിൽ സംസാരിക്കുന്നു, എന്താ ഇത് എന്ന് അവർക്ക് അത്ഭുതമായി കഴിയുമ്പോൾ പത്രോസ് അതിനൊരു വിവരണം കൊടുക്കുകയാണ്. എന്താ വിവരണം കൊടുത്തത്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും എന്ന് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതിൻ്റെ നിവൃത്തിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഞങ്ങളാരും മദ്യപിച്ചിട്ട് എന്തെങ്കിലും പിച്ചും പേയും പറയുന്നതല്ല ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ എന്താ പത്രോസ് പറഞ്ഞത്? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും ജഡം എന്ന് പറയുന്നത് ഏതാ? ഈ ശരീരം അല്ലേ? നമ്മുടെ ഈ ശരീരമല്ലേ ജഡം? ഇതിൻ്റെ മേൽ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുന്ന യോവേൽ പ്രവചനം 2-ാം അധ്യായം വായിച്ചേ അങ്ങനെ തന്നെ എഴുതിയ.
അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ആ കാര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പത്രോസ് ജഡത്തിൻ്റെ മേലെ പകരുന്നതായിരിക്കുന്ന ആത്മപകർച്ച ആ യോവേൽ പ്രവാചകൻ പറഞ്ഞതിൻ്റെ നിവൃത്തിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നത് അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കർത്താവ് അവരുടെ മേൽ പകരുമെന്ന് പറഞ്ഞ ആത്മാവ് ആ വിധത്തിൽ തന്നെയാണ് ആ ജഡത്തിൻ്റെ മേലാണ് പകർന്നത് എന്ന് കാണാനായിട്ട് പറ്റും. അപ്പോസ്തല പ്രവൃത്തി തന്നെ 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറഞ്ഞ അങ്ങനെയാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, നിങ്ങളുടെ മേൽ ജഡത്തിൽ നിന്ന് കർത്താവ് പറഞ്ഞില്ല, ഞാനത് കൂട്ടി പറഞ്ഞാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. അപ്പോൾ പരിശുദ്ധാത്മാവ് മേലാണ് വരുന്നത്, അവരുടെ മേലാണ് വരുന്നതെന്ന് കാണാനായിട്ട് പറ്റും. 2-ാം അധ്യായത്തിൻ്റെ തന്നെ 3-ാം വാക്യത്തിലും പറയുന്നത് അതേ കാര്യം തന്നെയാണ്. നോക്കിയേ, അഗ്നി ജ്വാല പോലെ അതെങ്ങനെ അവരുടെ മേൽ വന്നു എന്ന് പറയുന്നുണ്ട്. അഗ്നി ജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു എന്ന ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. നോക്കിയേ, ജഡത്തിൻ്റെ മേൽ, എത്ര വ്യക്തമല്ലേ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരുമെന്ന് യോഹന്നാൻ സ്നാപകൻ കർത്താവിനെക്കുറിച്ച് അവൻ സ്നാനപ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്ന സ്നാനത്തിന് വെള്ളവുമായിട്ട് ഒരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? വെള്ളവുമായിട്ട് ഒരു ബന്ധവുമില്ല. പരിശുദ്ധാത്മാവിനാൽ മൂടപ്പെടുക, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലേക്ക് മനുഷ്യനായിത്തീരുക. ഈ വെള്ളത്തിൽ സ്നാനപ്പെടുന്നതായിരിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്ന നമ്മുടെ ഒരു ചിത്രമുണ്ടല്ലോ, വെള്ളത്തിലേക്ക് മുങ്ങുന്നതാണ് സ്നാനം, മുഴുവനായിട്ട് ആഴുന്നതാണ് സ്നാനം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് അവൻ്റെ ജഡത്തിൻ്റെ മേൽ വരുന്നതാണ് സ്നാനം എന്ന് കാണുവാനായിട്ട് പറ്റും. അങ്ങനെ പരിശുദ്ധാത്മാവ് അവരുടെ ജഡത്തിന്മേൽ വരുന്നതായിരിക്കുന്ന ആ കാഴ്ച തീർച്ചയായിട്ടും അന്ന് കൂടി വരുന്നവർക്ക് അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവർക്ക് അത് മനസ്സിലാകുന്ന വിധത്തിലായിരുന്നു. ചുറ്റും നിൽക്കുന്നവർക്ക് ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ശമര്യയിലെ വിശ്വാസികളുടെ മേൽ സംഭവിച്ച കാര്യം പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവവചനം കൈക്കൊണ്ടു എന്ന് കേട്ടു. പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തിൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണമെന്ന് പറഞ്ഞു പത്രോസ് അവനോട്. അപ്പോൾ ഈ സംഭവം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിച്ചാൽ മതി. അവിടെ നമ്മൾ കാണുന്നത് ശീമോൻ കണ്ടു എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ജഡത്തിൻ്റെ മേൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അത് അടുത്ത് നിൽക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിലാണ്, കാണാൻ പറ്റുന്ന രീതിയിലാണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ ശീമോൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. ഇത് ഇങ്ങനെ എന്തെങ്കിലും ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ 4 കാശുണ്ടാക്കാമെന്ന് പുള്ളി വിചാരിച്ചു. ഇന്നും അങ്ങനെയല്ലേ ക്രിസ്തീയ ലോകത്തിൽ അനേകരും വിചാരിക്കുന്നത്. എനിക്ക് ചില നല്ല കൃപാവരങ്ങൾ കിട്ടിയായിരുന്നെങ്കിൽ, രോഗസൗഖ്യത്തിൻ്റെ കൃപാവരം, അത്ഭുത രോഗശാന്തി വരം, അതല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രവചനവരം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രവചനം, അതൊക്കെ ഉള്ളവരുണ്ടെന്ന് അവകാശപ്പെടുന്നത്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? അപ്പം അവരൊക്കെ വിചാരിക്കുന്നത് ഇങ്ങനെയുള്ള വരങ്ങൾ ഉണ്ടെന്ന്, കിട്ടിയില്ലെങ്കിൽ തന്നെ ഉണ്ടെന്ന് പ്രചരിപ്പിച്ച 4 കാശിൻ്റെ വരുമാനമായി. ഇത് തന്നെ ശീമോനൂടെ ചെയ്തത് ഇല്ലേ? സംശയമൊന്നുമില്ല. ശീമോൻ ചെയ്തത് പറഞ്ഞത് അത് തന്നെയാണ്. ഞാനും ആരുടെയെങ്കിലും മേൽ കൈവച്ചാൽ അവർക്ക് ഈ പരിശുദ്ധാത്മാവ് ലഭിക്കാൻ തക്കവണ്ണം എനിക്ക് അനുവാദം കിട്ടേണ്ടതിന് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം, നിങ്ങൾ എന്നെ അനുവദിക്കണം, അങ്ങനെ ആ അവകാശം, ആ അധികാരം എനിക്ക് തരണം, ഞാൻ നിങ്ങൾക്ക് പൈസ എത്ര വേണ്ടെന്ന് വെച്ചാൽ തരാം. ഇതാണ് ശീമോൻ്റെ വാദം. അപ്പം പത്രോസ് അതിന് നല്ല ശാസനം കൊടുത്തു, നമുക്കറിയാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ശീമോൻ കണ്ടാറേ എന്നൊക്കെ പറയുന്നത്? ശീമോൻ അത് വ്യക്തമായത് എങ്ങനെയാണ്? ഇത് ഇന്ന് നമ്മളുടെ പരിശുദ്ധാത്മാവ് വരുന്ന പോലെ അല്ലെന്നേ അന്ന് വന്നതേ. അന്ന് അപ്പോസ്തലന്മാരുടെ മേൽ, അന്ന് വിശ്വാസികൾ, അതായത് പിന്നെ പെന്തക്കോസ്ത് ദിനത്തിലും അതിനോട് തുടർന്ന് അനുബന്ധിച്ചുള്ളായിരിക്കുന്ന കാലഘട്ടങ്ങളിലും ആ യഹൂദന്മാരുടെ മേലൊക്കെ പരിശുദ്ധാത്മാവ് വന്നത് വ്യക്തമായിട്ട് അവർ ചുറ്റും നിൽക്കുന്നവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരുടെ മേലെ പരിശുദ്ധാത്മാവ് പകരപ്പെടുകയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിന് കൂടി നിൽക്കുന്നവർക്ക് പോലും കണ്ടാൽ മനസ്സിലാവും അവൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആവാസമുണ്ടായി എന്ന് പറയത്തക്കവണ്ണം കഴിയുമായിരുന്നു. അത് ആ വിധത്തിലാണ്
അവരുടെ മേലെ പരിശുദ്ധാത്മാവ് വന്ന് വസിച്ചത്. കൊർന്നല്യോസിൻ്റെ വീട്ടിലെ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. അവിടെയും പത്രോസ് നിന്ന് പ്രസംഗിച്ചപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ കൂടെ അയക്കുന്നവർ ചോദിച്ചു, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ചവരായിരിക്കുന്ന ഇവരെ സ്നാനം കഴിപ്പിക്കാതെ വണ്ണം വെള്ളത്തെ തടുത്തുകൊള്ളുവാൻ ആർക്ക് കഴിയും? നമ്മെപ്പോലെ. അപ്പോൾ കൂടെ നിൽക്കുന്നവർക്കൊക്കെ മനസ്സിലായി കൊർന്നല്യോസിൻ്റെ ഭവനത്തിലുള്ളവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു എന്ന് അവർ കണ്ടു, അവർ മനസ്സിലാക്കി. ഇന്ന് അങ്ങനെയാണോ? ഇന്ന് പരിശുദ്ധാത്മാവ് വന്ന ഒരു മനുഷ്യൻ്റെ മേൽ മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വന്നാൽ മറ്റുള്ളവർക്കത് മനസ്സിലാകുന്നുണ്ട്. ഇവൻ പരിശുദ്ധാത്മാവുള്ളവനാ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനാ, പരിശുദ്ധാത്മാവ് അവൻ്റെ മേലെ ആവസിക്കാൻ തുടങ്ങി എന്ന് ആർക്കെങ്കിലും പറയാനായിട്ട് പറ്റുമോ? എന്താ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അവരുടെ മേലാണ് വന്നത്, ജഡത്തിന്മേലാണ് വന്നത്. സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന അല്ലേ? അതാണ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. എന്നാൽ നമ്മളൊന്ന് മനസ്സിലാക്കണം, കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ കാലഘട്ടത്തിൽ, ഈ കൃപായുഗത്തിൽ വിശ്വസിക്കുന്നവരുടെ മേലല്ല പരിശുദ്ധാത്മാവ് വരുന്നത്, അവരുടെ ഉള്ളിലാണ് വരുന്നത്. അവരുടെ ജഡത്തിൻ്റെ മേലല്ല വരുന്നത്, അവരുടെ ഉള്ളിലാണ് വരുന്നത്. ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഗലാത്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നത്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. കാര്യം മനസ്സിലായോ? നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പെന്തക്കോസ്തിനത്തിൽ എന്താ പറ്റിയ? ജഡത്തിന്മേൽ വന്നു. രണ്ട് വ്യത്യാസം മനസ്സിലായോ? അവിടെ നമ്മുടെ ഹൃദയങ്ങളിലാണ് നാം മക്കൾ എന്നുള്ളായിരിക്കുന്ന സ്ഥാനം മുദ്രയിടുവാൻ തക്കവണ്ണം, നാം ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് വസിച്ചത് എന്നുള്ളായിരിക്കുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എഫേസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. അകത്തെ മനുഷ്യനിൽ. അപ്പോൾ പൗലോസിൻ്റെ എഴുത്തുകളിൽ ഒരു കാര്യം വ്യക്തമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുറത്തെ ഒരു മനുഷ്യനുണ്ട്, അകത്തെ ഒരു മനുഷ്യനുണ്ട്. പൗലോസ് പറയുന്നില്ലേ, എൻ്റെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ച് പോകുന്തോറും എൻ്റെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. അപ്പോൾ പൗലോസിൻ്റെ എഴുത്തുകളിലൊക്കെ ഈ ഒരു മനുഷ്യൻ്റെ രണ്ട് വ്യക്തിത്വത്തെ കാണാനായിട്ട് പറ്റും. പുറമേയുള്ള മനുഷ്യനെന്നും അകമേയുള്ള മനുഷ്യനെന്നും. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എവിടെ സ്ഥിതി ചെയ്യുന്നത്? പുറമേയുള്ള മനുഷ്യനിലല്ല, അകമേയുള്ള മനുഷ്യനില്ല, നമ്മുടെ ആത്മാവിലാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, നമ്മൾ എഫേസ്യർ 4:16 നമ്മൾ വായിച്ചെടുത്ത് പറയുകയാണ്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിന് ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. അകത്തെ മനുഷ്യൻ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പുതിയ നിയമ കാലഘട്ടത്തിൽ അകത്തെ മനുഷ്യൻ്റെ മേലാണ് ആവരണം ചെയ്യുന്നത്. അകത്തെ മനുഷ്യൻ, നമ്മുടെ ആത്മാവിൻ്റെ മേലാണ് മുദ്രയിടുന്നത്. ഒരുപാട് വാക്യങ്ങളുണ്ട്, എല്ലാം നിങ്ങൾ വായിച്ച് കേൾപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 4-ാം അധ്യായത്തിൻ്റെ എഫേസ്യ ലേഖനം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം കൂടെ ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. എഫേസ്യ ലേഖനം 4:23. അവിടെ ഇങ്ങനെ വായിക്കുകയാണ്, മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. പുതു മനുഷ്യനെ, ഉള്ളിലെ മനുഷ്യൻ എവിടെയാണ്? നമുക്കറിയാമല്ലോ, പുതിയ നിയമകാലത്ത് ഈ കൃപായുഗ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ മുദ്രയിടുകയാണ്. ദൈവം നമ്മുടെ മേൽ അച്ചാരമായിട്ട് നൽകുകയാണ്. കൊരിന്ത്യ ലേഖനത്തിലൊക്കെ അതുകൊണ്ട് ഞാൻ അതിലേക്ക് അത്ര വിശദമായിട്ട് പോകുന്നില്ല, സ്നാനം എന്നുള്ള വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അത്ര അതിലേക്ക് പോകുന്നില്ല. അവിടെ എല്ലാം പറയുന്നത് ഉള്ളിലെ മനുഷ്യൻ. ക്രിസ്തു എവിടെയാണ് വസിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ. ക്രിസ്തു ആളത്തപരമായിട്ടാണ് നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിലാണ്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നില്ലേ, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉള്ളവനെ നോക്കിയിട്ട് പറഞ്ഞത് ക്രിസ്തു അവനിൽ വസിക്കുന്നു എന്നാണ്. ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എങ്കിലോ എന്നൊക്കെയാണ് തിരുവഴുത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പുതിയ നിയമകാലത്ത് അതിനെക്കുറിച്ച് ധാരാളം വാക്യങ്ങളുണ്ട്, എന്നാലും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നത് ഈ കൃപായുഗ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ബോഡി ഓഫ് ക്രിയേഷൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പകരപ്പെടുന്നത് ആ ബാഹ്യ മനുഷ്യൻ്റെ മേലെയല്ല, ജഡത്തിൻ്റെ മേലല്ല പകരുന്നത്, ഉള്ളിലാണ് പകരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് കർത്താവിൻ്റെ സ്നാനത്തെക്കുറിച്ച്, കർത്താവ് കഴിക്കുമെന്ന് പറഞ്ഞ സ്നാനത്തെക്കുറിച്ചാണ്. അപ്പോൾ ഏത് വിധത്തിൽ ആ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നറിയാമോ? ആ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ജഡത്തിൻ്റെ മേലുള്ളതായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയാണ്. പരിശുദ്ധാത്മാവിൽ അവൻ നിറയുന്നതായിരിക്കുന്ന അവസ്ഥയാണ് സ്നാനം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന് വെള്ളം വേണ്ട കേട്ടോ, അതിന് വെള്ളവുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണ്. അത് കഴിക്കാനാണ് കർത്താവ് വന്നതെന്നാണ് യോഹന്നാൻ സ്നാപകൻ നമ്മുടെ കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞത്. അതറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കർത്താവ് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വാഗ്ദത്തം ചെയ്തതുപോലെ യഹൂദന്മാരുടെ മേൽ നൽകുകയും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും ചെയ്തു. അതല്ല ഇന്ന് പുതിയ നിയമവിശ്വാസികളായ നമ്മളുടെ മേലല്ല വരുന്നത്. നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്നാൽ ആരും അറിയുകയില്ല, കേൾക്കുകയില്ല എന്ന് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അവർ ഭയങ്കരമായിട്ട് ഇളകും തുള്ളും, പിന്നെ ഭ്രാന്തി കാണിക്കും, അവർ അന്യഭാഷയിൽ സംസാരിക്കും, ഭയങ്കര അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എനിക്കറിഞ്ഞുകൂടാ, അതൊക്കെ അവരുടെ ഇഷ്ടം. ദൈവവചനത്തിൽ അങ്ങനെ സാധ്യതകളൊന്നുമില്ല. അതൊക്കെ ഞാൻ ഇനിയും വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളെ കൂടുതൽ വെളിപ്പെടുത്തിയും തെളിയിച്ച് തരാം. കർത്താവ് എന്നെ സഹായിക്കുന്നുവെങ്കിൽ ഞാനതെല്ലാം പറഞ്ഞുതരാം. അപ്പോൾ ഇന്ന് പുതിയ നിയമകാലത്തിൽ പരിശുദ്ധാത്മാവ് വന്നാൽ അവൻ്റെ ഉള്ളിലാണ് വസിക്കുന്നത്, ഹൃദയത്തിലാണ് വരുന്നത്, അകത്തെ മനുഷ്യനിലാണ്, മനുഷ്യനുമായിട്ടാണ് പരിശുദ്ധാത്മാവിന് ബന്ധം വരുന്നത്, അല്ലാതെ ഈ പുറത്തെ ബാഹ്യ മനുഷ്യനായിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, കർത്താവ് പരിശുദ്ധാത്മാവിൽ മാത്രമല്ലല്ലോ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയ വിഷയം കേട്ടോ. ഈ വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുതായിട്ട് പറയാവേ. എന്താ ഈ വലിയ വിഷയം എന്ന് ഞാൻ പറഞ്ഞതെന്നറിയാമോ? വലിയ വിഷയം എന്ന് പറഞ്ഞത് തീയിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം തീക്ക് തുല്യമായിരിക്കുന്ന ഒരു അനുഭവമാണ് എന്നാണ് അതിനെക്കുറിച്ച് ഇന്ന് അനേകരും പഠിപ്പിക്കുന്നത്. അതൊരു വലിയ കഷ്ടമാണ്. ഇവിടെ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞത് തീ പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന ഒരു അനുഭവമാണ് എന്നാണ് പിന്നെ അനേകം വിശ്വാസികളെന്ന് പേരുള്ളവർ പോലും പഠിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് വളരെ ദുഃഖം വരുത്തുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, തീ പോലെ ഇറങ്ങണമേ, ഞങ്ങളെ നിറയ്ക്കണമേ എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതല്ല, ഈ പരിശുദ്ധാത്മാവ് ഒരുത്തനിൽ വരുന്നത് തീയുടെ ഒരു സാദൃശ്യം പോലെയാണ്, അല്ലെങ്കിൽ തീ പോലെ അവൻ കത്തി ജ്വലിക്കുന്ന ഒരു അനുഭവമാണ് എന്നുള്ളതായിരിക്കുന്ന ഒരു തെറ്റായിരിക്കുന്ന, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ഒരു തെറ്റായിരിക്കുന്ന വിശ്വാസത്തിൽ നിന്നാണ് ഈ തീയുടെ സ്നാനം പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായിരിക്കുന്ന പ്രവേശനത്തെ കാണിക്കുന്നതാണ്. അവരങ്ങനെ തീ കത്തിയാൽ ഒരു മനുഷ്യൻ എങ്ങനെ നിലം തൊടാതെ തുള്ളുമോ അതുപോലെ തുള്ളുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ടാണ് ഈ തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് പാടി ഘോഷിച്ച് ചാടി തിമിർക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു വലിയ വിഷയം എന്ന് പറഞ്ഞത്. പക്ഷേ ഒരിക്കലുമല്ല. ഇവിടെ കർത്താവ് തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിങ്ങൾക്കതറിയാമോ? അവിടെ പറഞ്ഞത് എന്താണ്? അവിടെ തീ കൊണ്ട് സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞെടുത്ത് അതിന് ശേഷം എന്താ യോഹന്നാൻ പറഞ്ഞത്? മത്തായിയുടെ സുവിശേഷം തന്നെ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിലേക്ക്, 3-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ളായിരിക്കുന്ന വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ. എൻ്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവൻ്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ട് കളയുകയും ചെയ്യും. എന്താ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്? തീയിൽ സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അതിന് വിവരണം എന്താ കൊടുത്തത്? അതൊരു നല്ല അനുഭവമാണെന്നാണോ വിചാരിച്ചത്, തീയിൽ സ്നാനം കഴിപ്പിക്കാൻ? അപ്പോൾ ഇന്നുള്ളവർ തീ കൊണ്ട് നിറയ്ക്കണമേ, തീ കത്തിക്കണമേ, തീയാൽ നിറയ്ക്കണമെന്നൊക്കെ പറഞ്ഞ് പാടുമ്പോൾ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പറയും, യഥാർത്ഥത്തിൽ തീ കൊടുക്കുകയാണ് വേണ്ടത് എന്ന് തോന്നിപ്പോവാറുണ്ട്. ഓക്കെ, എന്തായാലും ഇവിടെ പറയുന്നതായിരിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? യഹൂദന്മാർക്കൊരു വലിയ ന്യായവിധി വരാനിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ വന്നതായിരിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കാനാണ്. കർത്താവ് അങ്ങ് പോകും, ഉയരത്തിലേക്ക് പോകും. ഉയരത്തിലേക്ക് പോയാൽ അടുത്തതായിട്ട് ഭൂമിയിൽ സംഭവിക്കാനുള്ളത് ദൈവത്തിൻ്റെ പ്രതികാരവർഷം പ്രസിദ്ധമാക്കുക എന്നുള്ളതാണ്. പ്രതികാരവർഷം വരിക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ മഹാപീഡനത്തിലൂടെ യഹൂദനെ ശുദ്ധീകരിക്കണം. മഹാപീഡനത്തിലൂടെ യഹൂദനെ ശുദ്ധീകരിച്ച് കെട്ടതും
കൊള്ളരുതാത്തതും നീക്കിക്കളഞ്ഞ് വളരെ ശുദ്ധമായത് തനിത്തങ്കമായതിനെ മാത്രം ബാക്കി നിർത്തി എന്നിട്ട് വേണം കർത്താവിന് 1000 ആണ്ട് വാഴ്ച തുടങ്ങാൻ. സകല ദുഷ്ടന്മാരെയും ചേർത്ത് കർത്താവിനെ, യഹൂദന്മാരുടെ സകല ദുഷ്ടന്മാരെയും ചേർത്ത് 1000 ആണ്ട് വാഴ്ച തുടങ്ങാനൊന്നും പറ്റുകയില്ല. അതുകൊണ്ട് എന്തിനാണ് ഈ മഹാപീഡനം വരുന്നത്? അതാണല്ലോ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം തൊട്ട് അതിൻ്റെ ഏകദേശം 18-ാം അധ്യായം വരെ 19-ാം അധ്യായം വരെ നമ്മൾ വായിക്കുന്നത്. അവിടെ വായിക്കുന്നത് യഹൂദിൻ്റെ മേൽ വരുന്നതായിരിക്കുന്നത്. യഹൂദിൻ്റെ മേൽ മാത്രമല്ല കേട്ടോ, ലോകത്തിലെ സകല ജനത്തിൻ്റെ മേലും വരും ദൈവത്തിൻ്റെ മഹാപീഡനം. ലോകത്തിലെ സകല രാജ്യങ്ങളിലും വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ അത് പ്രത്യേകമായിട്ട് യഹൂദനെ ശുദ്ധീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടിയിട്ടാണ്. അത് യാക്കോബിൻ്റെ കഷ്ടകാലം എന്നാണ് അതിനെക്കുറിച്ച് വിളിച്ചിരിക്കുന്നത്. അത് വരാനായിട്ട് പോവുകയാണ്. അതിനെക്കുറിച്ച് യോഹന്നാൻ സ്നാപകൻ ഇവിടെ പറയുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ വായിക്കുകയാണ്. അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞോടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതാർ. എന്താ ഈ വരുവാനുള്ള കോപം? ഈ കർത്താവ് തിരിച്ച് വരണമെങ്കിൽ, പോയിട്ട് തിരിച്ച് വരണമെങ്കിൽ അതിനു മുമ്പ് ഒരു വലിയ കോപം നടക്കണം. ദൈവകോപം ഇവിടെ ഉണ്ടാകണം. ഇവിടെ ഒരു ന്യായവിധി നടക്കണം. ആ ന്യായവിധിയിൽ ദുഷ്ടന്മാരെ അവസാനിപ്പിച്ചിട്ട് വേണം കർത്താവിന് വന്ന് നീതിമാന്മാരെ കൊണ്ട് തൻ്റെ രാജ്യം സ്ഥാപിക്കാൻ. അതാണ് വരുവാനുള്ള കോപം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ വായിക്കണം, അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതാർ. അബ്രഹാമിന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൈപ്പിന് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ ഇട്ട് കളയുന്നു. അതിനുള്ള സമയമായി എന്നാണ് യോഹന്നാൻ സ്നാപകൻ പറയുന്നത്. അതിനുള്ള സമയമായി. എന്നിട്ട് പറഞ്ഞത്, എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് അതിനോട് ചേർന്ന് പറഞ്ഞു വയ്ക്കുക, പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പോൾ എന്താ ഈ തീയിലെ സ്നാനം? കെടാത്ത പതിരെല്ലാം കൂട്ടി, കൊള്ളരുതാത്ത പതിരെല്ലാം കൂട്ടി തീയിലിട്ട് ചുട്ടുകളയുന്നതാണ് ഈ തീയിലെ സ്നാനം. അല്ലാതെ ഇന്ന് ലോകത്തിലെ വിശ്വാസികളെന്ന് പറയുന്നവർ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വസിക്കുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത്. കർത്താവ് ന്യായവിധി നടത്താനും കൂടിയാണ് വന്നത്. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ ലോകത്തിൽ സമാധാനം വരുത്തുവാൻ വന്നുവെന്ന് നിരൂപിക്കുന്നു. സമാധാനമല്ല, വാളത്രേ ഞാൻ വരുത്തുവാൻ വന്നത്. ഞാൻ ലോകത്തിൽ തീയിടുവാൻ അത്രേ വന്നത്. അതിപ്പോൾ തന്നെ കത്തിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ ഞാൻ മറ്റെന്താണ് ആഗ്രഹിക്കേണ്ടത്? ഇതൊക്കെ കർത്താവിൻ്റെ വാക്കുകൾ, എൻ്റെ വാക്കുകളല്ല. കർത്താവ് പറഞ്ഞതാ, ഇപ്പോൾ തന്നെ ആ തീ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു എന്നാണ്. ഞാൻ തീയിടുവാൻ അത്രേ വന്നത്. ഞാൻ ലോകത്തിൽ സമാധാനമല്ല, വാളത്ര വരുത്തുവാൻ വന്നത്. കർത്താവ് ആ സമാധാനത്തിൻ്റെ കാലഘട്ടം പ്രസംഗിച്ച് കഴിഞ്ഞ് കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ കർത്താവ്, അല്ലെങ്കിൽ അധികം താമസിക്കാതെ, ഒരുപാട് താമസിക്കാതെ കർത്താവ് യഹൂദൻ്റെ രാജ്യം സ്ഥാപിക്കാൻ മടങ്ങി വരേണ്ടവനാണ്. ആ മടങ്ങി വരുവാനിരിക്കുന്നതിന് മുമ്പ് ഇവരിലൊരു ശുദ്ധി കലശം നടക്കണം. ആ ശുദ്ധി കലശത്തെയാണ്, ആ ന്യായവിധിയാണ് തീ കൊണ്ടുള്ളായിരിക്കുന്ന സ്നാനം എന്ന് പറഞ്ഞത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, അവൻ നിങ്ങളെ തീയിൽ സ്നാനം കഴിപ്പിക്കും എന്ന് പറഞ്ഞത് അതാണ്. അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് പഴയ നിയമ പ്രവാചകന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. പഴയ നിയമ പ്രവാചകന്മാർ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, യെശയ്യാ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ, ഞാൻ എൻ്റെ കൈ നിൻ്റെ നേരെ തിരിച്ച് നിൻ്റെ കീടം തീരെ ഉരുക്കിക്കളയുകയും നിൻ്റെ വെള്ളിയമൊക്കെയും നീക്കിക്കളയുകയും ചെയ്യും. ഞാൻ നിൻ്റെ ന്യായാധിപന്മാരെ ആദിയെങ്കിൽ എന്ന പോലെയും നിൻ്റെ ആലോചനക്കാരെ ആരംഭത്തിങ്കൽ എന്ന പോലെയും ആക്കും. അതിൻ്റെ ശേഷം എങ്ങനെ ഈ കാര്യം പറഞ്ഞോട്ടെ, ഇത് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന, നിൻ്റെ കീടം തീരെ ഉരുക്കിക്കളയും എന്ന് പറഞ്ഞാൽ ഈ സ്വർണവും മറ്റ് വില കൂടിയ ലോഹങ്ങളുമൊക്കെ തീയിലിട്ട് ഉരുക്കി കഴിക്കുന്ന എന്തിനാണ്? അതിനകത്തുള്ളായിരിക്കുന്ന കീടങ്ങൾ, അതിനകത്തുള്ളായിരിക്കുന്ന വെള്ളിയം, മറ്റങ്ങനെയുള്ളായിരിക്കുന്ന ലോഹവസ്തുക്കളെ ഉരുക്കി കളഞ്ഞിട്ട് തനി തങ്കം പുറത്തെടുക്കാനാണ്. അങ്ങനെ ഞാൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ കൈ നിൻ്റെ നേരെ തിരിച്ച് നിൻ്റെ കീടം തീരെ ഉരുക്കി കളയും, നിൻ്റെ വെള്ളിയമൊക്കെയും നീക്കി കളയുകയും ചെയ്യും. ഞാൻ നിൻ്റെ ന്യായാധിപന്മാരെ ആദിയെങ്കിൽ എന്ന പോലെയും
പണ്ട് ആ ന്യായാധിപന്മാരെങ്ങനെയായിരുന്നു അതുപോലെയും അതിൻ്റെയൊക്കെ മേലെയും താഴെയൊക്കെ വായിച്ചാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ വായിച്ചു നോക്കണം ഇതെന്താണ് സന്ദർഭം എന്താണെന്നൊക്കെ. നിൻ്റെ ആലോചനക്കാരെ ആരംഭത്തിൽ എന്ന പോലെയും ആക്കും. അതിൻ്റെ ശേഷം നീ നീതിപുരമെന്നും വിശ്വസ്ത നഗരമെന്നും വിളിക്കപ്പെടും. സിയോൻ ന്യായത്താലും അതിൽ മനം തിരിയുന്നവർ നീതിയാലും വീണ്ടെടുക്കപ്പെടും. കണ്ടോ, ഇവിടെ പറയുന്നത് യഹൂദനെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ചെങ്കിൽ മാത്രമേ ഈ 1000 ആണ്ട് വാഴ്ച തുടങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. അവരുടെ 2 ഭാഗം പേരും മരിച്ചു പോകും. അതൊക്കെ സെക്രട്ടറി പ്രവണത്തിലുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതാണ് ശരിക്കും ഇവിടെ പറയുന്നതായിരിക്കുന്ന ശുദ്ധീകരണം, അതായത് തീയിലെ സ്നാനം എന്ന് പറയുന്നത് യഹൂദനെ ശുദ്ധീകരിക്കാൻ. അതാ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ സകല വൃക്ഷങ്ങളുടെയും ചുവട്ടിൽ കൊടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്തൊക്കെ വെട്ടി അവൻ തീയിലിട്ട് കളയും എന്ന് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത്. വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകാൻ നിങ്ങളൊക്കെ ഉപദേശിച്ചതെന്ന് ആരെന്ന് ചോദിക്കുന്നത് അതാ. കാര്യം മനസ്സിലായല്ല. തീയിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് തീ പോലെ ഇറങ്ങി വരുന്ന പരിപാടിയൊന്നുമല്ല ഇവിടെ ഈ പറയുന്നത്. തീയിലെ സ്നാനം അത് അത്ര സുഖമുള്ള സ്നാനമല്ല, അതാദ്യം മനസ്സിലാക്കണം. ഇതിനെക്കുറിച്ച് ഒരു വാക്യം കൂടി പഴയ നിയമത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യെഹെസ്കേലിൻ്റെ പ്രവചനം, യെഹെസ്കേൽ പ്രവചനം അതിൻ്റെ 22-ാമത്തെ വാക്യം. യെഹെസ്കേൽ 22-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ 22-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ളായിരിക്കുന്ന വാക്യങ്ങൾ അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. എന്താ കിട്ടമായി തീരുക എന്ന് പറഞ്ഞാൽ? കിട്ടമായി തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതായത് നല്ല ലോഹ വസ്തുക്കളിന്മേൽ യോഗ്യമല്ലാത്ത വസ്തുക്കൾ ചേർത്ത് പണിതിരിക്കുന്ന ആഭരണങ്ങളാണ് കിട്ടമായ ആഭരണം. അല്ലെങ്കിൽ ആ സ്വർണത്തിൻ്റെയും തങ്കത്തിൻ്റെയും മേലെ മറ്റ് ലോഹങ്ങൾ ചേർക്കുമ്പോഴാണ് അത് കിട്ടമായി തീരുക. എന്നിട്ട് ഇവിടെ പറയാണ്, ഇസ്രായേൽ ഗൃഹം എനിക്ക് കിട്ടമായി തീർന്നിരിക്കുന്നു. അവരെല്ലാവരും ഉലയുടെ നടുവിൽ താമ്രവും വെളുത്തീയവും ഇരുമ്പും കർത്തീയവും തന്നെ. അവർ വെള്ളിയുടെ കിട്ടമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും കിട്ടമായി തീർന്നിരിക്കുകൊണ്ട് ഞാൻ നിങ്ങളെ യെരുശലേമിൻ്റെ നടുവിൽ കൂട്ടും. ഇസ്രായേലിനോട് പറയുന്ന, ഞാൻ നിങ്ങളെ യെരുശലേമിൻ്റെ നടുവിൽ കൂട്ടും. വെള്ളിയും താമ്രവും ഇരുമ്പും കർത്തീയവും വെളുത്തീയവും ഉലയുടെ നടുവിൽ ഇട്ട് ഊതി ഉരുക്കുന്നത് പോലെ ഞാൻ എൻ്റെ കോപത്തിലും എൻ്റെ ക്രോധത്തിലും നിങ്ങളെയും കൂട്ടി ഉരുക്കും. ഞാൻ നിങ്ങളെ കൂട്ടി എൻ്റെ ക്രോധാഗ്നിയെ നിങ്ങളുടെ മേൽ ഊതും. അങ്ങനെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. ഉലയുടെ നടുവിൽ വെള്ളി ഉരുകിപ്പോകുന്നത് പോലെ നിങ്ങൾ അതിൻ്റെ നടുവിൽ ഉരുകിപ്പോകും. യഹോവയായി ഞാൻ എൻ്റെ ക്രോധം നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. കണ്ടോ, ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമാക്കണ്ടേ? ഈ തീയിലുള്ള സ്നാനം എന്താണെന്ന് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമാക്കണ്ടേ? എത്ര വ്യക്തമാണ്! ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമാണ്, അതായത് കീടം നീക്കിക്കളഞ്ഞെങ്കിൽ കർത്താവിന് വന്ന് വാഴ്ച തുടങ്ങാൻ പറ്റുള്ളൂന്നേ. അവരെ കൊണ്ടാണ് 1000 ആണ്ട് വാഴുന്നത്, അല്ലാതെ നമ്മളെ കൊണ്ടല്ല. അതൊക്കെ എൻ്റെ മുൻ വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഭയൊന്നും അല്ല 1000 ആണ്ട് ലോകത്തെ ക്രിസ്തുവിനോട് കൂടെ വാഴുന്നത്. അങ്ങനെയാണ് ക്രിസ്തീയ ലോകം മുഴുവൻ പഠിപ്പിക്കുന്നത്. ഞാനും ഒരു കാലത്ത് അങ്ങനെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിഷമത്തോടെ പറയുന്നത്. ഈ 1000 ആണ്ട് വാഴ്ച യഹൂദനെ പ്രോമിസ് ചെയ്തായിരിക്കുന്ന കാര്യമാണ്. അവരെ അങ്ങനെ ഇന്നുള്ള യഹൂദന്മാരെ എല്ലാം കൂട്ടി 1000 ആണ്ട് വാഴ്ച തുടങ്ങാൻ പറ്റുകയില്ല. നോക്കിയ മഹാദുഷ്ടന്മാരവിടെയുണ്ട്. മഹാദുഷ്ടന്മാർ, സ്വവർഗഭോഗികളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ടെല്ലബീബാണെന്ന് പറയുന്നത്, ഇന്നത്തെ ടെല്ലബീബ്. നോക്കിയ അങ്ങനെയുള്ളായിരിക്കുന്നവരെ കൂട്ടി 1000 ആണ്ട് വാഴ്ച തുടങ്ങാൻ പറ്റുമോ? ഉരുക്കി ശുദ്ധീകരിക്കും. ശുദ്ധീകരിച്ച് കീടമെല്ലാം നീക്കിക്കളഞ്ഞ് തനി തങ്കത്തെ മാത്രം വെളിയിലെടുത്തിട്ട് അവരെയും കൊണ്ട് ആ കർത്താവ് 1000 ആണ്ട് വാഴ്ച തുടങ്ങുക. അവരുടെ ഇടയിലേക്കാണ് കർത്താവ് വരുന്നത്. അത് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ മഹാപീഡനം എന്നുള്ളായിരിക്കുന്ന കാലഘട്ടം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. അവരെ ശുദ്ധീകരിക്കുക എന്ന മുഖ്യ വിഷയം. ഒരു കാര്യം അത് മനസ്സിലാക്കണം. അതാണ് ഇവിടെ പറഞ്ഞായിരിക്കുന്ന തീ കൊണ്ടുള്ള സ്നാനം എന്ന് പറയുന്നത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞത് അതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഞാനൊരു വേദഭാഗം കൂടെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം പഴയ നിയമത്തിൽ നിന്ന്. അപ്പോൾ കൂടുതൽ നിങ്ങൾക്കത് മനസ്സിലാകും. മാലാഖിയുടെ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ മാലാഖി പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. മാലാഖിയുടെ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. ചൂള പോലെ കത്തുന്ന ദിവസം എന്ന് പറയുന്ന ആ ദിവസം അതാ വരാനിരിക്കുന്ന മഹാപീഡന കാലഘട്ടം. അധികം താമസമില്ല കേട്ടോ, എന്നെ കേൾക്കുന്നവർ ഒരുങ്ങിക്കോളൂ. അധികം താമസമില്ല. യഹൂദനെ മാത്രമല്ല അന്ന് ശുദ്ധീകരിക്കുന്നത്, അവരെ ശുദ്ധീകരിക്കാനാണ് മുഖ്യമായിട്ട്. എന്നാൽ സർവ്വലോകത്തിലും വരുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ആ ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ച് കളയും. ആരെ ദഹിപ്പിക്കുന്ന? സകല ദുഷ്പ്രവർത്തിക്കാരെയും ദഹിപ്പിക്കും. അല്ലാതെ ഇസ്രായേലിനെ മൊത്തം തുടച്ചേക്കുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. സകല ദുഷ്പ്രവർത്തിക്കാരെയും അവരെ ദഹിപ്പിച്ച് കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു.
നോക്കിയേ, ആ ചൂള പോലെ കത്തുന്ന ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? കർത്താവ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ ശിഷ്യന്മാരുമായി കൂടിയിരുന്നപ്പോൾ, ഒലിവുമലയിൽ കൂടിയിരുന്നപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്ന മത്തായി സുവിശേഷം 24 അധ്യായവും ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായവും ഒക്കെ എന്താണെന്നറിയാമോ? വരാനിരിക്കുന്ന മഹാവിപത്തിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഭയങ്കരമായിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ തീ കൊണ്ടുള്ള സ്നാനം നടക്കാൻ പോകുക എന്നാണ് ഈ പറഞ്ഞത്. മനസ്സിലായോ? കർത്താവിനോട് അവർ ചോദിച്ചില്ലേ, എപ്പോഴാണ് കർത്താവേ നീ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ സൂക്ഷിപ്പിൻ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാവും, ഇങ്ങനെ വലിയ സംഭവം ഉണ്ടാവും. എന്നിട്ട് കർത്താവ് പറഞ്ഞില്ലേ, ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിക്കാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായിരിക്കുന്ന മഹാകഷ്ടം അന്നുണ്ടാവും എന്ന് പറഞ്ഞില്ലേ? അതാ തീ കൊണ്ടുള്ള സ്നാനം. മനസ്സിലായോ? നിങ്ങൾക്ക് വേണോ? ഞാൻ പറയാം, എന്നെ കേൾക്കുന്നവരൊന്ന് ചിന്തിക്കുക, ആ തീ കൊണ്ടുള്ള സ്നാനം നമുക്ക് വേണോ? വേണ്ടല്ലോ. നമുക്കത് സഹിക്കാൻ പറ്റുമോ? പറ്റുകയില്ലല്ലോ. അതാ തീ കൊണ്ടുള്ള സ്നാനം. അല്ലാതെ ഇന്നത്തെ പെന്തക്കോസ് കരിസ്മാറ്റിക് പാട്ടുകളിൽ പാടുന്നതായിരിക്കുന്ന തീ കത്തിക്കുക, എന്നിൽ തീ കത്തിക്കുക, അല്ലെങ്കിൽ തീ പോലെ ഇറങ്ങണമേ എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന ആ പാട്ടുകളുടെ അർത്ഥമൊന്ന് പരിശോധിച്ച് നോക്കി. ആ ഭയങ്കരമായിരിക്കുന്ന ആ കഠിനമായിരിക്കുന്ന ശോധനയിലൂടെ ഇനി കടന്നു പോകണമോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. ദൈവം അതിന് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതും വെള്ളത്തിലെ സ്നാനമല്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഭയങ്കരമായിരിക്കുന്ന സ്നാനം നമുക്ക് വേണോ? ഇതവരെ കഴുകുന്ന സ്നാനമാണ്. ഇതവരെ കഴുകി ശുദ്ധീകരിക്കുന്ന സ്നാനമാണ്. യഹൂദന്മാരെ കഴുകി ശുദ്ധീകരിച്ചെങ്കിലേ 1000 ആണ്ട് തുടങ്ങാൻ പറ്റുള്ളൂ. കാര്യം മനസ്സിലായോ? കഴുകി ശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് ഈ മഹാപീഡന കാലത്തെ സ്നാനം എന്ന് പറഞ്ഞത്. സ്നാനം ഒരു കഴുകലാണ്. കാര്യം മനസ്സിലായോ? കഴുകുന്ന ഒരു കാര്യമായതുകൊണ്ട്, അല്ലാതെ ഇവിടെ വെള്ളമൊന്നുമില്ല. വെള്ളത്തിൻ്റെ കാര്യമല്ല അവിടെ പറഞ്ഞത്. അതിനും സ്നാനമെന്നാണ് പറഞ്ഞത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കുമെന്നാണ്. സ്നാനം അതൊരു സ്നാനമാണ്. ഈ തീ കൊണ്ടുള്ള ന്യായവിധി ഒരു സ്നാനമാണ്. അപ്പോൾ സ്നാനമെന്ന് കേൾക്കുമ്പോഴേക്കും, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും എടുക്കരുതേ. സ്നാനമെന്ന് കേൾക്കുമ്പോഴേക്കും വെള്ളത്തിലുള്ള മുങ്ങൽ, അങ്ങനെ ചിന്തിക്കരുത്. അത് വെറും മണ്ടത്തരമാണ്. ഇങ്ങനെ ഒരുപാട് സ്നാനങ്ങൾ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ ഇതൊരു തരം കഴുകുന്ന സ്നാനമാണ്. യെശയ്യാ പ്രവചനത്തിൽ തന്നെ 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, യെശയ്യാവ് 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിയുടെ മലിനത കഴുകിക്കളയും, യെരുശലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും, ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. ഇതെന്താ, മനസ്സിലായോ? ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. എന്താ പറഞ്ഞത്? കർത്താവ് ന്യായവിധിയുടെ കാറ്റുകൊണ്ടും ദഹനത്തിൻ്റെ കാറ്റുകൊണ്ടും സിയോൻ പുത്രിയുടെ മലിനത കഴുകിക്കളയുന്ന സ്നാനമാണ് തീ കൊണ്ടുള്ള സ്നാനം. വെള്ളമൊന്നും വേണ്ട അവിടെ. തീ കൊണ്ടുള്ള സ്നാനം അവരുടെ മലിനത കഴുകിക്കളയുന്ന സ്നാനമാണ്. എന്നിട്ട് പറഞ്ഞാൽ എന്താ? യെരുശലേമിൻ്റെ രക്തപാതകം അതിൻ്റെ നടുവിൽ നിന്ന് നീക്കി വെടിപ്പാക്കുകയും ചെയ്ത ശേഷം അവരുടെ കുറ്റക്കാരെയൊക്കെ അങ്ങ് നീക്കിക്കളയും. കുറ്റവാളികളെയും ദോഷികളെയും കൊള്ളരുതാത്തവരെയും നീക്കിക്കളയുന്നതായിരിക്കുന്ന സ്നാനമാണിത്. ഇതിന് വെള്ളമൊന്നും വേണ്ട, അതിന് സ്നാനമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്ത ശേഷം സിയോനിൽ പറയുകയാണ്, അങ്ങനെ വെടിപ്പാക്കുകയും ചെയ്ത ശേഷം സിയോനിൽ മിഞ്ചിയിരിക്കുന്നവനും യെരുശലേമിൽ ശേഷിച്ചിരിക്കുന്നവനും, ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേർ എഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ഈ ദുഷ്ടതയെല്ലാം നീക്കി കളഞ്ഞിട്ട് ബാക്കി വരുന്ന ആ കുറച്ച് ജനതയുണ്ടല്ലോ ഇസ്രായേലിലെ, അവരാണ് വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുവാൻ തക്കവണ്ണം യോഗ്യരായിരിക്കുന്നവർ. അവരെ കൊണ്ട് കർത്താവ് തൻ്റെ 1000 ആണ്ട് വാഴ്ച നിവർത്തിക്കും. എത്ര വ്യക്തമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം അല്ലേ? എത്ര വ്യക്തമാണ്. അത് ഒരു കഴുകൽ സ്നാനമാണ് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് സ്നാനമെന്ന് പറഞ്ഞത്. പക്ഷേ കഴുകുന്നത് വെള്ളം കൊണ്ടല്ല, തീ കൊണ്ടാണ് കഴുകുന്നതെന്ന് മാത്രം. അതാണ് അവിടുത്തെ കുഴപ്പം. മാലാഖി പ്രവചനത്തിൽ തന്നെ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിലും ഇതേ കാര്യം പറയുന്നുണ്ട്. മാലാഖി അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ, 3-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയുമായിരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും
വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കും. നോക്കിയേ, എത്ര വ്യക്തമാണ്. എങ്ങനെയാണ് അവരെ കഴുകുന്നത്, എങ്ങനെയാണ് അവരെ ശുദ്ധീകരിക്കുന്നത്. അവൻ ഊതിക്കഴിക്കുന്നവൻ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ വരണമെങ്കിൽ അതിനു മുമ്പ് ഈ ന്യായവിധി നടക്കണം, ഈ അഗ്നിസ്നാനം നടക്കണം. മനസ്സിലായോ? അത് അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവൻ്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ഇരിക്കും. അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ നീതിയിൽ യഹോവയുടെ മുഖം കാണും. ഇതിൽ കൂടുതൽ വ്യക്തമാക്കണ്ടല്ലോ. തീയിലെ സ്നാനം ഏതാണെന്ന് മനസ്സിലായില്ലേ? പരിശുദ്ധാത്മാവിലെ സ്നാനം മനസ്സിലായില്ലേ? കർത്താവ് കൊടുക്കുമെന്ന് പറഞ്ഞത് ജഡത്തിന്മേൽ പകരുന്ന പരിശുദ്ധാത്മാവിനെയാണ്. നമ്മുടെ ജഡത്തിന്മേലല്ല പരിശുദ്ധാത്മാവിനെ പകരുന്നത്, നമ്മുടെ ഉള്ളിലാണ്. അത് ഞാനിനി വിശദമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പുതിയ നിയമ സ്നാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വിശദമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അധികം പറയാത്തത്. നമ്മുടെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. യഹൂദന്മാരുടെ മേലെയാണ് വന്നത്, ജഡത്തിന്മേൽ. അത് മനസ്സിലായി. രണ്ടാമത്തത് എന്താണ് ഈ തീയിലെ സ്നാനം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാ മഹാപീഡനം എന്ന് പറയുന്നത്. ആ മഹാപീഡനം വന്നെങ്കിൽ മാത്രമേ കർത്താവിന് 1000 ആണ്ട് വാഴ്ച തുടങ്ങാനായിട്ട് പറ്റുകയുള്ളൂ. ശരി, നമ്മുടെ ഇന്നത്തെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നും ഇവിടെ നിർത്തുകയാണ്. ഇനിയും ചിലപ്പോൾ 2-3 വീഡിയോ കൂടി ഇടേണ്ടി വരും ഇത് പൂർത്തിയാകാൻ കേട്ടോ. എന്നാലും ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഒരു കാര്യം കൂടെ, കർത്താവിൻ്റെ വേറൊരു സ്നാനത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. വേറൊരു സ്നാനത്തെക്കുറിച്ച്. അതേതാ സ്നാനം? ഇപ്പോൾ നമ്മൾ 7 സ്നാനങ്ങളെ, ബൈബിൾ പറയുന്ന 7 സ്നാനങ്ങളെ കണ്ടു. 7 അല്ല, ശരിക്കും 8 സ്നാനങ്ങളെ കണ്ടു. ഇനി ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന 9ാമത്തെ സ്നാനം. കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച് അതൊരു സ്നാനമാണെന്ന് പറഞ്ഞത് അല്ലേ? മരണത്തെക്കുറിച്ച് പറഞ്ഞത് എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ടെന്നാണ്. അപ്പോൾ അതിനകത്ത് വെള്ളമുണ്ടോ? മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്നവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യും നിശ്ചയം എന്ന് പറഞ്ഞു. എന്താ കർത്താവ് അവിടെ പറഞ്ഞത്? ഏത് സ്നാനത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്? എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ടെന്ന് പറഞ്ഞ കർത്താവിൻ്റെ മരണമെന്ന സ്നാനം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 49-ഉം 50-ഉം വാക്യം. അതും കൂടെ ഞാൻ വായിച്ച് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു. കണ്ടോ, ഈ തീയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞത്. മനസ്സിലായോ? ഏത്? അവൻ തീയിൽ സ്നാനം കഴിപ്പിക്കുന്നു പറഞ്ഞത്. ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവ് പോയി കഴിഞ്ഞാൽ തീയാണ് വരാൻ പോകുന്നത്. അതാണ് ആ സംഭവം പറഞ്ഞത്, മനസ്സിലാക്കണം. എന്നിട്ട് താഴെ പറയുകയാണ്, എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. നോക്കിയാൽ എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്. ആ സ്നാനം ഏതാണ്? തൻ്റെ മരണമെന്ന സ്നാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ആ സ്നാനത്തിന് വെള്ളം വേണോ? കർത്താവിൻ്റെ മരണത്തെയും സ്നാനത്തോടല്ലേ ഉപമിച്ച്. അപ്പോൾ ഞാനൊന്ന് പറയട്ടെ, ഇവിടെ ഈ പറയുന്ന സ്നാനങ്ങൾക്കൊന്നും വെള്ളം ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിച്ച സ്നാനങ്ങൾക്കൊന്നും വെള്ളം ആവശ്യമില്ല. അതുപോലെ തന്നെ ചെങ്കടലിലെ സ്നാനത്തിന് അവരാരും വെള്ളത്തിലിറങ്ങി മുങ്ങി കുളിച്ചൊന്നുമല്ല പുറത്ത് വന്നത്. അതുപോലെ പ്രളയത്തിലെ സ്നാനത്തിലും അവരാരും വെള്ളത്തിൽ 8 പേര് വെള്ളത്തിൽ ടച്ച് ചെയ്തതായിട്ടൊന്നും തെളിവില്ല. അതിനെയൊക്കെ സ്നാനം എന്ന് പറഞ്ഞാൽ, അപ്പോൾ സ്നാനം എന്ന് കേൾക്കുമ്പോൾ തന്നെ വെള്ളത്താലുള്ള സ്നാനം എന്ന് വിധി എഴുതരുതേ, ദയവ് ചെയ്തിട്ട്. അതല്ല അതിൻ്റെ സത്യം എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ കർത്താവിൻ്റെ മരണത്തെയും ബൈബിളിലൊരു സ്നാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും 9 കാര്യങ്ങൾ, ബൈബിളിലെ സ്നാനങ്ങളിൽ 9 കാര്യങ്ങൾ പറഞ്ഞു. ഇനി തുടർന്നും ചിലത് കൂടെ പറയാനുണ്ട്. 2-3 കാര്യങ്ങൾ കൂടെ സ്നാനത്തെക്കുറിച്ച് പറയാനുണ്ട്. തുടർന്നുള്ള എൻ്റെ വീഡിയോകൾ കേൾക്കുമല്ലോ. അപ്പോൾ സ്നാനം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യം വരും. കർത്താവ് വരുത്തും, ഞാനല്ല. കർത്താവ് നിങ്ങളുടെ ആത്മാവിൽ ഇടപെടും. നിങ്ങൾക്ക് ദൈവവചനം തുറന്ന മനസ്സോടെ പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ, അല്ലാതെ നിങ്ങൾ കേട്ടത് മതി, അതിലപ്പുറത്തിനിയൊന്നുമില്ല, ബാക്കിയെല്ലാം ദുരുപദേശമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണെങ്കിൽ നിങ്ങൾ തള്ളിക്കളഞ്ഞോ. ഞാനെന്താ പറയുക? നിങ്ങൾ തള്ളിക്കളഞ്ഞോ. കേട്ടതിനപ്പുറത്തൊന്നും ഇനിയില്ല. അല്ലെങ്കിൽ എൻ്റെ സഭയിലെ ശുശ്രൂഷകൻ പഠിപ്പിക്കുന്നതിനേക്കാളും വലുതൊന്നും ഇനി എനിക്ക് പഠിക്കാനില്ല എന്നാണ് നിങ്ങളുടെ വിധിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ ഒരിക്കലും ദൈവവചനം അങ്ങനെ അവസാനിപ്പിക്കരുതേ. ഇത് ജീവൻ്റെ തിരുവെഴുത്താണ്. ഇത് കൂലങ്കഷമായി പഠിക്കുക. ദൈവം അതിന് നിങ്ങളെ അവരെ ഒരുക്കട്ടെ. അതുകൊണ്ട് സ്നാനം എന്നുള്ളതായിരിക്കുന്ന വിഷയം, എൻ്റെ ഈ വിഷയങ്ങളിലെ 3ാമത്തെ വീഡിയോ ആണിത്. ഇനിയുള്ള വിഷയങ്ങൾ കൂടെ പഠിക്കുമ്പോൾ എന്താണ് ശരിയായിട്ട് നമ്മൾ ഏൽക്കേണ്ടുന്ന സ്നാനം, നമ്മളുടെ സ്നാനം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ബോധ്യം വരും എന്ന് ഞാൻ എൻ്റെ കർത്താവിൽ
ഞാൻ ആശ്രയിച്ച് ധൈര്യപ്പെട്ട് നിങ്ങളോട് പറയുന്നു. ദൈവം നിങ്ങളെ അവരും സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.